എന്തായിരുന്നു? പോയ അപ്പ വിളിക്കാം. പോയിട്ട് 7 ദിവസമായി. അവൻ വിശേഷങ്ങൾ പാസിലും വിളിച്ച് പറഞ്ഞിരിക്കുന്നു. എന്റെ വയറ്റ് ഇങ്ങനെ ഒരെണ്ണം പറഞ്ഞല്ല. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ചെന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അവൻ വാ തുറവൻ പിടിച്ച് ജയിലിലിട്ട് കാണും. സംഭവം അത് തന്നെ. എന്തൊക്കെയാണ് നീ പറയണത്? പിന്നെ അല്ലാണ്ട് ഇപ്പൊ ഇന്ന് വരണ വിവരം ഫാസിൽ പറഞ്ഞിട്ടില്ല. അറിയണ ഇപ്പൊ പുള്ളി പിടിച്ചിട്ടാണെങ്കിൽ ഫാസിൽ വരും. ജയിലിലാണെങ്കിലും ഉണ്ടല്ലോ അമ്മ, ആരോടെങ്കിലും ഒക്കെ പറഞ്ഞ നാട്ടില് വിവരം അറിയിക്കും. എടാ അത് അവന് സുഖമാണെന്നല്ലേ പറഞ്ഞത് വിളിച്ചത്. അതൊന്നും അല്ല, ഇവിടെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മളെല്ലാരും മറന്നു. അത് തന്നെ പുള്ളിക്കാരന് അതായി ലോകം. ലോകം മറന്നു, മതി മറന്നു പോയി. ഇപ്പൊ അമ്മ കുറ്റം പറയണ്ട, അമ്മയ്ക്കായിരുന്നല്ലോ ധൃതി, അമ്മാവനുണ്ടായിരുന്നല്ലോ മുമ്പില്. നിങ്ങളെല്ലാരും കണക്കാ. എല്ലാവരും ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് വേറെ ലോകത്തും വേറെ സുഖ സൗകര്യം ആവുമ്പോ അച്ഛനും അമ്മാവനൊന്നും വേണ്ട. അമ്മാവ നമ്മളൊക്കെ ഒരുപാട് ലോകവും ഗൾഫും ഒക്കെ കണ്ട ആൾക്കാരാ കേട്ടോ. ഒരുപാട് ലോകം കണ്ട മനുഷ്യനത് പറയരുത്. അതെ അതെ അതെ, നമ്മളൊന്നും കണ്ടിട്ടില്ല. പെറ്റതകളെ മറക്കുന്ന ഒരു മക്കളുണ്ടാ ഇങ്ങനെ. അങ്ങനെ തന്നെ ഇങ്ങനെയൊക്കെ മക്കളുണ്ടെന്ന് മനസ്സിലാക്കിക്കോ അമ്മ. ഞാൻ തിന്ന തീ അവൻ അറിയുന്ന ഫാസിലിനെ വിളിച്ചു പറഞ്ഞേ. എന്താ കുടുംബത്തെ ആൾക്കാരില്ലേ? അല്ല അമ്മാവൻ എന്തിനാ എങ്ങനെ ഇരുന്ന് വളവള അലക്കുന്നത്? ഇവിടുന്ന് കയറ്റി വിടായി എന്തോരോ ബഹളായിരുന്നു. ബർമുട വെക്ക്, എന്നാ ബർമുട ഇട്, കൂളിംഗ് ഗ്ലാസ് വെക്ക്. അമ്മാനറിഞ്ഞല്ലോ ധൃതി. അസൂയ. അത് പിന്നെ മക്കള് എവിടെയും പോയി നേരെ അവിടെ ഞങ്ങൾക്ക് സന്തോഷം കാണും. അവര് അതുപോലെ കാണിക്കണം. ആ അവിടെ പോകുമ്പോ ഞങ്ങൾ അങ്ങോട്ട് മറക്കുക. ഇപ്പൊ കിട്ടിയല്ല വരും. വരട്ടെ. വരുമ്പോ ഒരാളൊരു അക്ഷരം മിണ്ടിപ്പോവൻ. നിന്റെ ഉള്ളിൽ കൂടെ പറയുന്നത് മാമാന്ന് പറഞ്ഞോണ്ട് ചാടി ചെല്ലണം. അയ്യോ എന്റെ കൊച്ചെ ആവശ്യത്തിന് ഗൾഫ് സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. പാലായിൽ എന്റെ കുടുംബത്തിൽ എത്ര ഗൾഫുകാരുണ്ടെന്ന് അറിയാമോ? ചേച്ചിയോടെ പറഞ്ഞു, നീ മകൻ ഗൾഫിൽ നിന്ന് വല്ല വിലപ്പെട്ട സാധനം കൊണ്ടു നോക്കുമ്പോ എന്റെ മോനെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലരുത് കെട്ടിപ്പിടിക്കാൻ. അയ്യോ ഇവിടെ കിട്ടാത്ത സാധനമൊന്നും അല്ലല്ലോ. ഗൾഫിലെ സാധനമൊക്കെ ഇവിടെയും കിട്ടും. പക്ഷെ എന്റെ ഹവീൽദാർ കൊണ്ടുവന്ന് എന്റെ ഒരു അംശാവം കൊണ്ടുവരുമെന്ന് അറിയാമല്ലോ. കൊണ്ടുവരും. പിന്നെ ഹവീൽദാർ ഗൾഫിലല്ലേ യുദ്ധം ചെയ്യാൻ പോയത്. പിന്നെ ആരെടുക്കും പിടിക്കുന്നത്? എന്താണ് ആരൊന്നും ഒരു അനക്കില്ലല്ലോ. ഈ ഗൾഫ് പോകുന്ന ആളുകളൊക്കെ സമ്മതിക്കണട്ടാളിയാ. എന്താ ഫ്ലൈറ്റിലൊക്കെ യാത്ര? ഫ്ലൈറ്റിലെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരിതപൂർണ്ണമാണ് അളിയാ. എല്ലാ സ്റ്റോപ്പിലും ഇങ്ങനെ നിർത്തിയിട്ടാ ഫ്ലൈറ്റ് പോണത്. ഒരാഴ്ച കൂടി അവിടെ നിന്നിട്ട് പോന്നാ മതിയായിരുന്നല്ലോ. അയ്യോ അത് പറ്റില്ല, വിസയുടെ കാലാവധി കഴിഞ്ഞില്ലേ. എന്താ നിങ്ങളെല്ലാരും ഇങ്ങനെ ഇരിക്കണേ? അല്ല അതിന്റെ കഥ കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ മെനഞ്ഞെടുത്ത കഥയെ കേക്കട്ടെ, പറഞ്ഞോ. എന്നിട്ട് മേളിൽ ബ്ലോക്ക് ഉണ്ടായോ? ബ്ലോക്ക് ഇല്ല, പക്ഷെ ഏതോ 1-2 സ്ഥലത്ത് ഇങ്ങനെ നിർത്തി വീണ്ടും അല്ലേ. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും എത്ര ഒരു മണിക്കൂർ ഒന്നല്ല, ഒരു 2-3 മണിക്കൂർ ഉണ്ടാവും. 7 ദിവസമായി നീ ഇവിടുന്ന് പോയിട്ട്. ഇങ്ങനെ ഒരു പെറ്റതള്ള ഇവിടെ നിന്ന് നിനക്ക് വല്ല വിചാരം ഉണ്ടായിരുന്ന? നീ എന്റെ വയറ്റിൽ തന്നെ പറഞ്ഞല്ലടാ. അമ്മയ്ക്ക് ഇതുവരെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ. അവനെ പറ്റത് ഫാസിലല്ലേ, അതുകൊണ്ട് അമ്മേനെ വിളിക്കാൻ പറ്റില്ല, ഫാസിലിനെ വിളിക്കാൻ പറ്റുള്ളൂ. ഓ വിളിക്കാൻ എന്നാ ഈ പറഞ്ഞ എത്ര പ്രാവശ്യം വിളിച്ചു? അമ്മയെ വിളിച്ചു, ഞാൻ അളിയനെ വിളിച്ചു, നിന്നെ വിളിച്ചു. അയ്യോ എന്നെ വിളിച്ചു അതിന്റെ ഇടയ്ക്ക്. സത്യമായിട്ട് അതെ അമ്മ. അവിടുന്ന് നെറ്റിലാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് വിളിക്കണേ. നെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി തന്നെ 1 മണിക്കൂർ ഇരിക്കണം. പിന്നെ നമ്മുടെ ഇവിടുത്തെ പോലെ ഒന്നല്ല, അവിടുന്ന് ഫോൺ വിളിക്കാൻ കഴിച്ചു 1 മിനിറ്റിന് 200-300 രൂപ പോകും. ക്ലീറ്റോ ചേട്ടൻ അവിടെ പോയിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഒന്നും പറയാം. നിനക്കൊരു തോർത്തങ്ങ് വിളിച്ചിട്ട് തണ്ടായിരുന്നില്ലടാ എന്റെ വീട്ടിലോട്ട് വിളിക്കാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞ്. ഇത് എന്താ നിങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ ഇരിക്കണേ? അയ്യോ ഒന്നുമില്ല, ഭയങ്കര വലിയ ഇത് ഉള്ള 2-3 ദിവസം ഇപ്പൊ എത്ര നമ്മള് പോയിട്ട് എത്രയും ഒരാഴ്ചയാ? ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇതെന്തോ 1 കൊല്ലമായ പോലെയാണല്ലോ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ. നമ്മളൊക്കെ പിന്നെ ഫോണ് ഇങ്ങനൊക്കെ ഉറങ്ങാതെ ഫോണും വെച്ച് ഫുൾ ടൈം ഇരിക്കുവായിരുന്നു. വേറെ വിളിച്ചാൽ കിട്ടാതിരിക്കുക. 7 ദിവസവും റേഞ്ച് പിന്നല്ലേ ഞങ്ങളൊക്കെ ചോറുണ്ടിട്ടാ ജീവിക്കണത്. ഇതൊക്കെ പറഞ്ഞാ മനസ്സിലാവും. പറഞ്ഞാ മനസ്സിലാവും. വിവരം പോട്ടെ. മിഠായി കൊടുക്ക കൊച്ചിനെ. മുട്ടായി ഞാൻ കൊച്ചിരിക്കുന്നല്ലോ ഇവിടെ ആരും. വേണ്ട, നിന്റെ ഈ 2 രൂപ പുളിമുട്ടായിയെ അതിനേക്കാളും നല്ല മുട്ടായി ഞാൻ എന്റെ കൊച്ചിന് മേടിച്ചു കേട്ടാ. അച്ചിക്കൊന്ത നിന്റെ വടിയേച്ചു എന്റെ മുട്ടായി ഉണക്ക പുളിമുട്ടായി കൊണ്ട് പോന്നേക്കുന്നു. തക്കളെ
അമ്മാവനും മിഠായി. അമ്മാവന്റെ ഫോൺ ബുക്ക് ചെയ്തിട്ടുണ്ട്. 1 മാസം കഴിയുമ്പോ വരും. അപ്പൊ ഫോണ് കൊടുത്തിട്ടില്ല അല്ലേ? ഫോണുകള് ബുക്ക് ചെയ്തിട്ടുണ്ട്. 1 മാസം കഴിയുമ്പോ വരും. വരും. 1 മാസം കഴിഞ്ഞിട്ട് അവിടുന്ന് ബുക്ക് ചെയ്തിട്ട് അവര് പറഞ്ഞാലെന്താ തെറ്റ്? ഇവിടുന്നാണ് പോകുമ്പോ എന്തായിരുന്നു? അമ്മാവ ഞാൻ അവിടെ എത്തിയതും വിളിക്കാം, അമ്മയെ ഞാൻ വിളിക്കാം. ഇവളോട് ഞാൻ പ്രത്യേകം പറഞ്ഞതാ, മോളെ അവിടെ ചെന്ന് ഇറങ്ങിയാൽ ഉടനെ തന്നെ ഇറങ്ങിയ വിവരം വിളിച്ച് പറയണേന്ന്. എവിടെ ചെന്നിറങ്ങിയാല് ചെന്നിറങ്ങിയാലുള്ള കഥ ഗൾഫിൽ ചെന്നിറങ്ങിയാൽ ഉടനെ. ഗൾഫിൽ ആരെങ്കിലും പോയിട്ട് വേണ്ടേ? ഗൾഫ് ആര് ഗൾഫിൽ പോയി? പിന്നെ എവിടേക്കാ പോയി നിങ്ങള്? ഞങ്ങള് ഗൾഫിലേക്കൊന്നും പോയിട്ടില്ല. പറഞ്ഞു കൊടുക്കടി ഞങ്ങള്. ഒരാഴ്ച എന്റെ അച്ഛന്റെ കൂടെ വീട്ടിലായിരുന്നു. അതെന്താ അപ്പൊ എന്താ ഗൾഫ് പോഞ്ഞ്? അത് അവിടെ ചെന്നപ്പോ പോവാൻ പറ്റിയില്ല. എന്തേന്ന്? അത് അമ്മാവ ഈ സിമന്റ് ഡീലർഷിപ്പ് ഉള്ളവരെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. അതറിയാതെ ചുമ്മാ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടതാ. കൊച്ചച്ച ഇങ്ങനെ ഒരു പോട്ടം പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പോയത്? അല്ല എന്നാ പിന്നെ ഇപ്പൊ എന്തിനു 7 ദിവസം പറ്റിയില്ലെങ്കിൽ അപ്പൊ തന്നെ എഴുന്നള്ളില്ലേ? എങ്ങനെ എഴുന്നള്ളും? ആ ഗ്ലേറ്റേഴ്സ് എന്താ അറിയേണ്ട കാര്യമുള്ളൂ. പിന്നെ ഇവിടെ അങ്ങനെ പടക്കം പൊട്ടിക്കലാവും. പെട്ടതല്ലേ വിളിച്ച് നിനക്ക് വിവരം പറഞ്ഞുകൂടായിരുന്ന സത്യമായിട്ട്? എന്റെ അമ്മ ഇതൊരു 2-4 ദിവസത്തെ കേസല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങളിട്ട് വരുമല്ലോ. എന്നും കാണുന്നതല്ലേ? അപ്പൊ അവിടെ ആയിരുന്നു കണക്ക്, അത് ഇവിടെ ആണെന്നൊന്ന് വിളിച്ചു പറഞ്ഞ എന്താ? വിളിച്ച് പറഞ്ഞ നേരം ഫോൺ വിളിക്കുമ്പോ അറിയില്ലേ? അതന്നെ. പിന്നെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നാത്തിനോട് പറയും. അതോ അതാണ് എന്റെ സ്വന്തം മോളേക്കാൾ കൂടുതൽ മരുമോളെ ഞാൻ സ്നേഹിച്ച്, അതുകൊണ്ടാണ് എനിക്കിത് കേൾക്കേണ്ടി വന്നത്. നിനക്കെങ്കിലും ഒന്ന് പറയാമായിരുന്നു, ഞാൻ ഇവിടെ ഉരുകി തീ നിന്നു എന്നുള്ളതൊക്കെ. ഇനി ഈ നാറ്റൊക്കെ ആരും അറിയാതിരുന്നാ മതി. നിങ്ങളായിട്ട് ഇനി ആരോടും പറയാം. അതെ, ഇനിയിപ്പൊ അത് പറയണ്ട. അവ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മതിയാവും. എന്റെ മകൾക്ക് പോവാൻ പറ്റിയില്ല അല്ലേ? അവ ഇത് മുടക്കാൻ വേണ്ടിട്ട് എത്ര നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവും. അതെ സാരില്ല, അപ്പൊ അതാ യോഗമല്ല. അപ്പൊ എന്താ ചെയ്യാ? അമ്മ പറയല്ലേ. അയ്യോ എനിക്കല്ലേ നാണക്കേട് നിങ്ങളെക്കാളും. അല്ല അത് സാരില്ല, ഇനിയിപ്പൊ അവരറിയണ്ട. നിങ്ങളെ ചെന്നിട്ട് കുളിച്ച് ഡ്രസ്സ് മാറും, എന്നിട്ട് വല്ലതും കഴിക്കും. അമ്മാവ ശരിക്കും അമ്മാവന്റെ ഫോൺ അടുത്ത മാസം വരും. എന്താടി ആൾക്ക്? എനിക്ക് ഫോണൊന്നും വേണ്ട, ഞാൻ നിങ്ങൾ പോകുമ്പോ വെറുതെ പറഞ്ഞു തന്നുള്ളൂ. അയ്യോ അതല്ല അമ്മ, എന്റെ അമ്മാവന്റെ മോനില്ലേ ദുബായില്, ചേട്ടൻ വരുമ്പോ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓടി അതൊന്നും വേണ്ട, ചെല് പോയിട്ട് എന്തെങ്കിലും കഴിക്കാതെ. അത് നല്ല മൊബൈലല്ലേ? അമ്മാവിന് ചെറിയ മറ്റേ സാധാ ഫോൺ പോയിട്ട് അത് അമ്മാവന് കൊടുക്കണം. അത് വേണ്ട, ഞാൻ വേറെ വാങ്ങിച്ചു തരാം. നല്ല ഫോൺ വാങ്ങിച്ചു തരുന്നുണ്ട്. മിഠായി ആണോ? ഒന്നും വേണ്ട, ബാഗ് എടുത്തോ. അതാ കുട്ടി കുറച്ച് കഴിഞ്ഞാൽ ആരും കാണാണ്ട് അവൾക്ക് കൊടുക്കും. ബാഗ് എടുത്തോ. എന്തായാലും കഷ്ടമായി പോയി, നാണക്കേടുമായി പോയി. മകൻ ഗൾഫിൽ നിന്ന് കൊടുന്നല്ലേ? ഗൾഫില് തന്നെ. ഓ ആ പെണ്ണിന്റെ ഏറ് കാരണം അത് അയ്യോ പൊട്ടി. ഇത് കൊച്ചിനിരിക്കട്ടെ. കൊള്ളാമോ? അല്ല ഓറഞ്ച് മിഠായ ഉണ്ടാ, അപ്പൊ പൊട്ടി പൊളിഞ്ഞേ. അപ്പൊ അവളുടെ ദേഷ്യം തോരട്ട് നോക്ക്. ഇതൊരു കഷ്ടമൊക്കെ തിന്നാ, ഷോറൊന്നും പറ്റില്ല. അതാ താഴെ കഴിക്കും. ഇത് വച്ചേക്കാൻ കൊച്ചിന് കൊടുക്കാം. അതെ, എന്തായാലും ഇവര് വന്ന സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് വീട്ടിൽ പോയാലോ? എന്തിനു നാളെ പോവാ? എന്തിനാ ഇവിടെ ഇരുന്നിട്ട് എയർപോർട്ടിൽ നിന്ന് വരുമ്പോ എന്തായാലും കൊണ്ടിരിക്കരുത്. ദുബായ് തോന്നല്ലേ നാളെ പോവാന്ന്. ഇവരിത് എവിടെ പോയിട്ട് വരുന്നത്? എല്ലാരും ഉണ്ട്, സന്തോഷം. എന്താ പറയുന്നു ദുബായിക്കാരൻ? നിങ്ങളിത് എവിടുന്നാ വരുന്നത്? ഞങ്ങള് ഞങ്ങളുടെ കൊച്ചിന് മിഠായി മേടിക്കാൻ. ഗൾഫ് മുട്ടായി, ഗൾഫ്. ഇവിടെ കടകളിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും ഇത്. അമ്മ വല്ലതും അറിഞ്ഞോ? എനിക്ക് ചരിത്രം ഞാനറിയാത്ത ചരിത്രം തോന്നണോ അവന്? അല്ല, അമ്മയ്ക്ക് അറിഞ്ഞൂടാത്ത പുതിയ ചരിത്രമൊക്കെ ഉണ്ട് മോന്. അറിയില്ല. ഗൾഫ് കഥ നീ കേൾക്കണ്ട. എന്തറിഞ്ഞു? അറിഞ്ഞിട്ടില്ല ആരും ഒന്നും. അറിഞ്ഞാലേ നിങ്ങളൊക്കെ ഞെട്ടും. ആ കേക്കണോ അമ്മയ്ക്ക്? എനിക്ക് കേൾക്കണ്ട. അമ്മാവന് കേൾക്കണോ? എനിക്കും കേൾക്കണ്ട. അതെ, അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ എന്താണ് വിഷയം? എന്നാലേ ഈ കഥ ഞങ്ങള് പറഞ്ഞവരറിഞ്ഞില്ലല്ലോ. അറിഞ്ഞാ നിങ്ങൾ ഞെട്ടും. എന്നാ പിന്നെ ഞെട്ടിക്കാ, നീ അങ്ങ് പറ. പറയാളിയാ, ഞങ്ങള് ടൗണിൽ വെച്ചപ്പോ മനാഫിനെ കണ്ട്. മനാഫ്. ഏത് മനോഫ്? ഞെട്ടിയാ? ആരടാ? അവനൊന്നും അറിയാതെ നിങ്ങൾ നോക്ക്. അവിടെ ജമന്തിയുടെ കൊച്ചത്തിന്റെ കടയിലെ സെയിൽസ്മാൻ മനാഫ്, സിമന്റ് കമ്പനിയിലെ.
സിമന്റ് കമ്പനിക്കാർ അവരെ കൊണ്ടുപോയില്ല ദുബായില്. ആ ആ കൊണ്ടുപോയില്ലെങ്കിൽ അവൻ പോയില്ല, ശരി സമ്മതിച്ചു. അല്ലല്ല, അങ്ങനെ പോകാതെ വരുന്നില്ല, അവര് പോയി ദുബായില്. ഏ? ആ കയ്യിന്ന് പൈസ ചെലവാക്കി, സ്വന്തം കയ്യിന്ന് 2-3 ലക്ഷം രൂപ ചെലവാക്കി അവനും അവളും കൂടെ കറങ്ങാൻ പോയിക്കണ് ദുബായില്. ആ കഷ്ടം. എന്നിട്ട് നമ്മളാരും ഒന്നും അറിയില്ല എന്നാണ് വിചാരം. ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ കാണായിരുന്നു. പിന്നല്ലാതെ 2-3 ലക്ഷം രൂപ പൊടി പിടിച്ചിട്ടല്ലേ വന്നത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പച്ച പാവത്തിനെ പോലെ വന്ന് നിൽക്കുക. എന്റെ ക്ലീറ്റ് ഇവിടെ ഉള്ളിടത്തോളം കാലമുണ്ടല്ലോ, ഇതൊന്നും ആരും അറിയാതെ പോവില്ല എന്റെ പൊന്ന് കനക. ഇതും പൊക്കും, ഇതിന്റെ അപ്പുറത്തെ കാര്യങ്ങളും പൊക്കും. പിന്നെ ഇങ്ങനെ കയ്യിൽ നിന്ന് പൈസ ചെലവാക്കി ദുബായി പോണത് വലിയ കാര്യമൊന്നുമല്ല കേട്ടോ. എങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്നേ പോയനളിയാ നടക്ക് ക്ലീറ്റോ. ദുബായിക്കാരൻ. എന്റെ മോനെ ഇതുപോലെ ഒരു ജന്മം. അതെ, ഞാൻ 2-3 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ദുബായിക്ക് പോകുന്നത്. അല്ലടാ, എന്തായാലും നീ ബുദ്ധിമുട്ടിയ കാര്യം ഉണ്ടായി. നീ ഗൾഫ് പോയിന്നല്ല അവൻ കരുതിക്കണ്. അത് അങ്ങനെ തന്നെ അങ്ങനെ ഇരിക്കും. തന്നെ ഇരിക്കട്ടെ.